ഹായ് ഹലോ ഗായ്സ്. ഇന്ന് എൻ്റെ ലാസ്റ്റ് ഇത് ഹോളിഡേ ആണ്. ഹോളിഡേ ഒക്കെ കഴിഞ്ഞു. നാളെ തൊട്ടിട്ട് ഓഫീസിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ വിഷമത്തിലാണ്. അപ്പോൾ നാളിലേക്ക് എത്താൻ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, ഇതുവരെ ഒന്നുമില്ല. എണീറ്റ് നടക്കാൻ ലേറ്റായിട്ട് കഴിഞ്ഞും കൂടിയാണെന്ന് ലേറ്റായിട്ട് എണീക്കാൻ പറ്റുള്ളൂ. നാളെ ഒരു നേരത്തെ എണീക്കണം. അപ്പോൾ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചു. വൈകുന്നേരത്തേക്കുള്ള ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ നിൽക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈസി റെസിപ്പിയാണ്. അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ക്യാരറ്റ്, പൊട്ടറ്റോ ഇതൊക്കെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മുടെ ചിക്കനിൽ ഉപ്പും കുരുമുളകും പുരട്ടിയിട്ട് വെച്ചേക്കാണ്. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ 1 പാലും വേണം, 2 പാലും വേണം. ഇത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഏലക്കായും പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പൂ ഇട്ടിട്ടൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ ഈ വെജിറ്റബിൾസ് നുറുക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കുക. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, നമ്മൾ 2 സ്പൂണ് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റാം. കുറച്ചൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഈ നമ്മളിവിടെ കുരുമുളകും ഉപ്പും പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇടാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് വഴറ്റുക. നന്നായി വഴറ്റണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ 2 പാലിൻ്റെ ഹാഫ് ഭാഗം കൂടിയാണ് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഒരു വിസിൽ മതി, കുക്കർ അടയ്ക്കാം. ഒരു വിസിലിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നല്ല സ്മെല്ലുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി അതിൽ ഇട്ടിട്ടുണ്ട് ഈ ഗ്രാമ്പും ഏലക്കായും. അപ്പോൾ അതിൻ്റെ ഒക്കെ നല്ല സ്മെല്ലുണ്ട്, അടിപൊളി സ്മെല്ലാണ്. തുറന്നപ്പോൾ തന്നെ ചിക്കനൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, നമ്മൾ വെജിറ്റബിൾസും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഹാഫ് മാറ്റി വെച്ചിട്ടുള്ള 2 പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാനല്ല, ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് അതിലത്തെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. കുറച്ച് നല്ല നമുക്ക് ഉരുളൻകിഴങ്ങാണ് ജസ്റ്റ് വേണ്ടത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നത് കുറുകാൻ വേണ്ടി, കറിക്ക് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടി നമുക്ക് അതിലത്തെ ഉരുളൻകിഴങ്ങ് എടുത്തിട്ട്, ക്യാരറ്റ് പറ്റാനും പ്രശ്നമൊന്നുമില്ല, എടുത്തിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അരയ്ക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ മസാല കുറച്ചിട്ടാൽ മതി, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഈ അരച്ച് വെച്ച ഈ വെജിറ്റബിൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ കറിക്ക് കുറച്ച് കട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ 1 പാല് ഒഴിച്ചു കൊടുക്കാം. 1 പാല് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിളയ്ക്കണ്ട, തള വരുന്നതിന് മുന്നേ തന്നെ നമുക്കത് ഓഫ് ചെയ്യണം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കളവും. അതുകൊണ്ട് തള വരുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഇളക്കുക, അപ്പോഴേക്കും തള വരും. അത് ഓഫ് ചെയ്യുക. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓയിലിട്ടിട്ട് വഴറ്റിയിട്ട് കഴിക്കാം. കറി സെറ്റായി. അത്രയുള്ള ഈസി റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് ബ്രെഡിൻ്റെ ഒക്കെ ഒപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നൂൽപുട്ടിൻ്റെ ഒക്കെ ഒപ്പം അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ സിനിമ കാണാൻ പോവാണ്. എന്തായാലും നേരം വൈകി, അവിടെ എത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലേസും പിന്നെ അതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനാണ്. ചോക്ലേറ്റ്സ് ഇതൊക്കെ വാങ്ങിച്ചു നമ്മൾ. എന്നിട്ട് നമ്മൾ അവിടുന്ന് തിയേറ്ററിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആട് 3 കാണാനാണ് വന്നത്. സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു. സിനിമയ്ക്ക് അടിപൊളിയായിരുന്നു, വലിയ പ്രശ്നമൊന്നുമില്ല, ബോറടിച്ചൊന്നുമില്ല. എനിക്കിഷ്ടമായി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.